അമ്മ പറയും അടുത്ത മാസം ഓണം ആ മനുഷ്യ പണിക്ക് പോണേന്ന് പറയും. അത് കേട്ട് ഇപ്പം കലണ്ടർ മേടിക്കുമ്പോ ഓണത്തിന്റെ പേജ് അങ്ങ് വലിച്ചെറി കളയും. 2 വർഷം കൊണ്ട് എന്റെ അമ്മ വിചാരിക്കുന്ന ഓണം ഇല്ലെന്നാ. ഓണം നിർത്തി വിചാരിക്കാം. എന്താ ഞാൻ പറ്റും? ഈ 2 പേരും പണിക്ക് പോകത്തില്ല. ഞാനും അച്ഛനും കൂടെ. ഭയങ്കര വൃത്തിക്കാരൻ. അതായത് പുള്ളി നമ്മുടെ ദേഹത്ത് മുടിയുള്ള ഒരു പഴം ഉണ്ടല്ലോ, കുഞ്ഞൂട്ടനോ എന്തോ? കുഞ്ഞൂട്ടല്ല, റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് ഷേവ് ചെയ്യും. ഷേവ് ചെയ്തിട്ട് ഇത് കഴിക്കത്തുള്ളൂ. ആ മുടി ഏതാണ്ട് അകത്ത് പോകുന്ന എന്നോട് പറഞ്ഞ് ഇഞ്ചി ചെയ്ത് നിന്നെ സാമ്പാർ വെക്കാവുന്നു. എന്താ പറയാ, നീ എന്നെ താമസിച്ചേ? രാവിലെ 9 മണിക്കല്ലായിരുന്നു ട്രെയിൻ. 9 മണിക്കായിരുന്നു. 1 മണിക്കൂർ വൈകിയാ വന്നേ. എന്നിട്ട് കേറിയില്ലയോ? എന്നോട് അന്നാ വാശി. ഞാൻ അത് കേറിയില്ല. 2 മണിക്കുള്ള ട്രെയിനാ ഞാൻ കയറി. അതാ ഞാൻ താമസിച്ചേ. എടാ, ഇന്ത്യൻ റെയിൽവേയോട് വരെ നിനക്ക് വാശിയാണ്. എനിക്ക് വാശി. പിന്നെ വേറെ കാര്യം കൂടെ പറയട്ടെ. ഈ പുള്ളിയുടെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ നിൽക്കാൻ. അതായത് കണ്ണിന് കാഴ്ച ഇല്ലെന്ന് പറഞ്ഞാലും ചെവി രണ്ടും കേൾക്കത്തില്ല. ഞാൻ ഇത്ര മീൻ വാങ്ങിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. മര്യാദക്ക് വെട്ടി കഴുകണേ. മത്സ്യം? ഈ തറവാട്ടിൽ മത്സ്യം? ഇനി മേലാൽ ഈ തറവാട്ടിൽ മത്സ്യം കയറ്റി പോകരുത്. ഇത് നമ്മുടെ ഉത്തരവാണ്. എന്റെ ദൈവമേ, മിനിഞ്ഞാന്ന് വരെ അപ്പുറത്തെ വീട്ടിൽ ഉണക്കമീൻ ചുട്ടിട്ട് അതിന്റെ മണം പിടിച്ചിട്ട് 2 പ്ലേറ്റ് പച്ചച്ചോറ് ഒറ്റയ്ക്ക് വാരി തിന്നോട് പറഞ്ഞു കേട്ടോ. നീ കയറ്റരുത്. ശരിയാണ്, നമ്മൾ സേവിച്ചിരിക്കും. പക്ഷെ ഇന്നു മുതൽ നമ്മളത് സമ്മതിക്കത്തില്ല. മര്യാദക്ക് എത്രയും വേഗം ചേകവർ ആദ്യ തെക്കിനിയിൽ കൊണ്ട് ഉപേക്ഷിക്കൂ. തെക്കിനി അല്ല, നിന്റെ അപ്പൂപ്പന്റെ ബിക്കിനി. തെക്കപ്പുറത്തെ ആട്ടുംകൂടാണോ ഇതിന്റെ തെക്കിനി? എന്റെ തെക്കിനി ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. മര്യാദക്ക് ഞാനിവിടെ പണിക്ക് പോകട്ടെ. എനിക്ക് പോയി എന്തെങ്കിലും വെച്ചോണ്ടാക്കും. മനുഷ്യൻ രാവിലെ 2 റൗണ്ട് പണി ചെയ്തിട്ടാ വരുന്ന പറമ്പില് കേട്ടോ. നിർബന്ധമാണോ? ആ, നിർബന്ധമാ. എല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണേ. എഴുതി തന്നെ വെട്ടിക്കളഞ്ഞു. അല്ല, അത് ജോൺസൺ തന്നെ എഴുതി തന്ന. അതുപോലെ അങ്ങനെ എഴുതിയേക്കും. അത് കുക്കുറട്ടാതി നക്ഷത്രത്തിലാണ് ജനനം. അല്ല, ഉത്രട്ടാതി. കുക്കുട്ടാതി അല്ല, ഉത്രട്ടാതി. ഞാൻ കുക്കുറെന്ന് എഴുതി വെച്ചേക്കുന്നത്. എത്ര വയസ്സായി? പിന്നെ ഞാൻ പറയത്തൊന്നുമില്ല. അല്ലെങ്കിൽ പെണ്ണുങ്ങളോടൊന്നും വയസ്സ് ചോദിക്കരുത്. പെണ്ണുങ്ങളെ വയസ്സല്ലേ ചോദിച്ചത്? മാനസന് ഇപ്പൊ എത്ര വയസ്സായെന്ന്? 50 ഈ ചിങ്ങത്തെ തികയും. എന്നെക്കാട്ടി 4 വയസ്സിന് മൂത്താളാ. അപ്പൊ ഇവക്ക് 46. പെണ്ണുങ്ങളുടെ വയസ്സ് ചോദിക്കല്ലേ. ചെറുക്കന്റെ കോളേജ് ഫീസ് കട്ടണം. ചെറുക്കന്റെ കോളേജ് ഫീസ് കട്ടണമെങ്കിൽ ഇലക്ട്രീഷനെ വിളിച്ച് കേട്ടോ. എന്നെ വിളിച്ച് കിട്ടാൻ പറ്റത്തില്ല. പച്ചമീ വെച്ചാ ഞാൻ അടിക്കും കേട്ടോ. അതാ പറഞ്ഞത്. ഫീസ് കൊടുക്കണില്ല, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു ചെറുക്കനെ. അയ്യോ, അവന് പിന്നെ എന്നാ ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്? ഞാൻ ഇന്നലെ മീനും കൂടെ കണ്ട് ആൽമരച്ചോട്ടി കുറെ പിള്ളേരുടെ കുനിഞ്ഞിരുന്ന് മേലിൽ കൂടെ പുക പോകുന്നു. അയ്യോ, അത് അവര് വട്ടം ചേർന്നിരുന്ന് പഠിച്ച് തലേ കൂടെ പുക വന്നു. പഠിച്ച് തലേ കൂടെ പുക വന്നില്ല. അവന്റെ കയ്യിൽ വീട് ഇരിക്കുന്ന കണ്ടു. എന്താ നിങ്ങൾക്ക് ചോദിക്കത്തില്ലായിരുന്നു? എന്നിട്ട് വേണം വീട് കുറ്റി വെച്ച് എന്നെ കട്ടിക്കുത്താനും കണ്ടു. തലമുറ ചോദിക്കാനെ കൊണ്ട് നിങ്ങൾക്കല്ലേ. എടീ, ഞാൻ ഓർക്കുവാടി, ഈ ബിസിനസ് നിർത്തിയിട്ടെ വേറൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന്. ആണോ? പ്രിയമുള്ളവരെ, നാളെ ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിങ്ങളോട് പറഞ്ഞില്ലെന്ന്. ഈ സമയത്ത് വിളിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും ബുദ്ധിമുട്ടരുതെന്നും വിചാരിക്കരുത്. ഹൃദയം നിറഞ്ഞു വിളിക്കുക. നാളെ പറഞ്ഞ ജ്യൂസും ജിലേബിയൊക്കെ തരാൻ കേട്ടേ. വന്നേക്കണേ. സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ടേ. എന്തുവാ എന്നെ പറ്റിക്കുവരുത്. ഈ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുന്നുണ്ട് എന്നോട് പറഞ്ഞു. കളിയാക്കിയാലും മനസ്സിലാവാത്ത